അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ മേയർ, അവിടുത്തെ മേയർ, ഡൽഹിയിൽ മുഖ്യമന്ത്രി അടക്കം MLA-മാരും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവിടെ വരും, നമുക്കിനി എല്ലാവർക്കും ഒരുമിച്ച് ചായ കുടിക്കാൻ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു പ്രധാനമന്ത്രി വന്നിട്ട് അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ നമുക്ക് തരുമെന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളും ഒക്കെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഒക്കെ തന്നെ എത്രത്തോളം സ്ത്രീകളെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലായത്. അതിനുശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലേഴ്സിനെ എല്ലാം തന്നെ അദ്ദേഹം ഡൽഹിയിലോട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലോട്ട് വിളിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇത്രയും എളിമയോട് കൂടിയിട്ട് അദ്ദേഹം നമ്മുടെ ഇടയിലേക്ക് വന്നു സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ അദ്ദേഹത്തിന് ഇത്രയുമുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഒരു മനുഷ്യനോടും ദേഷ്യത്തോടുകൂടി സംസാരിച്ചിട്ടില്ല. BJP അധികാരത്തിൽ വന്ന് നഗരസഭ കീഴടക്കി അധികാരത്തിൽ വന്നു. ഇപ്പോൾ അതുപോലെ 45-50 വെച്ചാൽ ഡൽഹി പോയി പ്രധാനമന്ത്രിയെ കണ്ടുവന്നു. അപ്പോൾ വികസനത്തിൻ്റെ ഒരു പാതയിലോട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി പോയിട്ട് വന്നതിൻ്റെ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. ഒരിക്കലും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് ആഗ്രഹിക്കാത്ത നടക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം. കാരണം ഞാൻ 3ാമത്തെ ടേമാണ് കൗൺസിലർ ആയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 ടേമാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ട് നടക്കാത്ത പോയൊരു കാര്യമാണ് ഡൽഹി യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണത്തിൽ വന്നപ്പോൾ നമുക്കൊരു അവസരം തന്നു. അതിന് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിജി ഇവിടെ തിരുവനന്തപുരത്ത് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നമ്മളത് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭരണത്തിൽ വന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായിട്ട് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ എത്തുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം 45 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എത്തുകയും ചെയ്തു. തിരികെ ഞാനടക്കമുള്ള നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലേഴ്സിനെ എല്ലാം തന്നെ അദ്ദേഹം ഡൽഹിയിലോട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലോട്ട് വിളിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്വീകരണമൊക്കെ തന്നെയാണ്. നമ്മുടെ കേരളം മുതൽ ഞങ്ങൾക്ക് അങ്ങ് ഡൽഹി വരെ കിട്ടിയിട്ടുള്ള സ്വീകരണം. ഞങ്ങൾ ട്രെയിനിൽ കേരള എക്സ്പ്രസ്സിലാണ് പോയത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ ഉള്ള സ്വീകരണം കേരളത്തിലും അതുപോലെ നല്ല സ്വീകരണം. പക്ഷേ അതിനേക്കാട്ടിൽ ഉപരി സ്വീകരണം നമുക്ക് ലഭിച്ചത് കേരളം വിട്ടു കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനത്തിൽ നിന്ന് ഓരോ സംസ്ഥാനത്തിലും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സ്വീകരണമായിരുന്നു അവർ. കാരണം നമ്മളെ കാണുമ്പോൾ ട്രെയിൻ വിട്ടുപോവുകയാണ്, ട്രെയിൻ പോവുകയാണ് ഒന്നുപോലും നോക്കാതെ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾക്ക് ഓരോ കൗൺസിലർമാർക്കും ഷോളും ഒക്കെ തന്നെ അവരുടേതായ സ്നേഹം, അത് സ്വീറ്റ്സ് ആയിട്ടും ഫുഡ് ഐറ്റംസ് ആയിട്ടും ഒക്കെ തന്നെ ഷോളായിട്ടും മൊമെൻറ്റോ ആയിട്ടും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നു. അതിനുശേഷം ഓരോ സ്റ്റേറ്റ്സും ഇങ്ങനെ അത് കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിയപ്പോൾ അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ മേയർ, അവിടുത്തെ മേയർ, ഡൽഹിയിൽ മുഖ്യമന്ത്രി അടക്കം MLA-മാരും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവിടെ ഓരോ കൗൺസിലർമാരെയും ഒക്കെ തന്നെ അവർ ട്രീറ്റ് ചെയ്ത രീതി അത്രയ്ക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരുപാട് നന്ദിയോടുകൂടി തന്നെ ഞാനടക്കമുള്ള ഓരോ കൗൺസിലർമാരും അതൊക്കെ ഓർക്കുന്നത്. ഞാനടക്കം ഓരോരുത്തരും അത് തന്നെയാണ് നമുക്ക്. കാരണം അവിടെ ചെയ്തിട്ട് ഞങ്ങൾ ഓരോ കൗൺസിലർമാർക്കും അത്രയും ഓരോരുത്തർക്കും അത്രയ്ക്കുള്ള കെയറാണ് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ നമ്മൾ പാർലമെൻറ്റിൽ പോയി നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയി, അതുപോലെ നമ്മൾ പ്രധാനമന്ത്രി നമ്മുടെ ഏകദേശം ഒരു 2 മണിക്കൂർ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കുക, ഞങ്ങളോടൊത്ത് സംസാരിച്ച് ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. കാരണം നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഇത്രയും എളിമയോട് കൂടിയിട്ട് അദ്ദേഹം നമ്മുടെ ഇടയിലേക്ക് വന്നു സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ അദ്ദേഹത്തിന് ഇത്രയുമുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഒരു മനുഷ്യനോടും ദേഷ്യത്തോടുകൂടി സംസാരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അതാണ് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രയും വർഷം ഉണ്ടായാലും നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. അവർ ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്തില്ലായിരിക്കാം, എങ്കിൽ പോലും അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ ഒന്നും തന്നെ നിൽക്കരുത് എന്ന രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങളോടൊക്കെ ഉപദേശം പോലെ തന്നെ അത് തരികയും ചെയ്തു. പാർട്ടിക്ക് ഒരു അവസരം എൻ്റെ അറിവിലില്ല. ഒരു പാർട്ടിക്ക് BJP ഭരണത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാനും അടുത്ത് സംസാരിക്കാനും ഒരു അവസരം. ആ നിമിഷം അത് എങ്ങനെ കാണാം? അതൊരു മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും, ഇവിടെ തിരുവനന്തപുരം നമ്മുടെ ഭരണത്തിൽ വന്ന ശേഷം നമുക്ക് തിരുവനന്തപുരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായിട്ട് അദ്ദേഹം എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടപ്പോൾ അദ്ദേഹം തിരിച്ച് എൻ്റെ കാലിൽ തൊട്ട് തൊഴുന്ന ആ ഒരു അനുഭവം എനിക്ക് അത് എത്ര പറഞ്ഞാലും നമുക്കത് ആ ഒരു മനസ്സിൽ നിന്ന് പോലും ആയില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം അദ്ദേഹം ഒക്കെ തന്നെ സ്ത്രീകളെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലായത്. അതിനുശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളെയൊക്കെ ക്ഷണിക്കുകയും അവിടെ നമ്മളോടൊക്കെ തന്നെ ഒരു കുടുംബത്തിൽ എന്ന പോലെയാണ് ഞങ്ങളെ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുമാണ് ഞങ്ങളെന്ന രീതിയിൽ ഓരോ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തരികയും ഒക്കെ തന്നെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചു ഏകദേശം 1-2 മണിക്കൂറോളം ഞങ്ങളോട് സംസാരിച്ചു.
അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് വരും നമുക്കിനി എല്ലാവർക്കും ഒരുമിച്ച് ചായ കുടിക്കാൻ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു പ്രധാനമന്ത്രി വന്നിട്ട് അത് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചായ ഞങ്ങളെല്ലാം കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോവാം. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങളോടൊപ്പം എല്ലാ പേരോടും വന്നിരുന്ന് ഞങ്ങളോട് നിന്ന് ചായ കുടിക്കുകയും ഞങ്ങൾ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുന്ന അദ്ദേഹം ഞങ്ങളെ പോലെ തന്നെ ഒരു സാധാരണക്കാരായ ഞങ്ങൾക്കിടയിലേക്ക് വന്ന് നിന്ന് അത് ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല, എത്ര ഒരു ഓർത്താലും ഒക്കെ തന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു മഹനീയ മുഹൂർത്തത്തിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾക്ക് എല്ലാവർക്കും നിൽക്കുവാനായിട്ട് സാധിച്ചു. ദൈവം തന്ന ഭാഗ്യം, നമ്മുടെ പാർട്ടി തന്നൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതുപോലെ നമ്മുടെ പ്രസിഡന്റിൻ്റെ വീട്ടിൽ നമുക്ക് പ്രസിഡന്റിനെ ഒക്കെ തന്നെ നമ്മൾ ഫംഗ്ഷനിലൊക്കെ തന്നെ കണ്ട് നമുക്ക് തൊട്ടടുത്തൊക്കെ ഇരിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ തീർച്ചയായിട്ടും. അപ്പോൾ കാരണം നമ്മളിൽ അത്രയ്ക്ക് പ്രതീക്ഷ അവർ വയ്ക്കുന്ന ഒന്നാണ്. കാരണം തിരുവനന്തപുരം നഗരസഭ നമ്മുടെ ഭരണത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഭരണം വരുമ്പോൾ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ നമുക്ക് തരുമെന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളും ഒക്കെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരം അനന്തപുരി സമഗ്ര മാറ്റത്തിനായിട്ട് കേന്ദ്രം നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നത് നമുക്കൊരു ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അവർ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നതിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഇത്രയും നല്ലൊരു സ്വീകരണം നമുക്ക് ലഭിച്ചത്. അവസാനം ഒരു ചോദ്യം, ഈ പ്രതിപക്ഷത്തായിരുന്നത് ഭരണപക്ഷം വന്നപ്പം ഡെപ്യൂട്ടി മേയറായിരുന്നപ്പോൾ അത് എങ്ങനെയാണ് ഭരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? കാഴ്ചയുടെ ഭരണപക്ഷത്ത് 2 ടേം ഇരുന്നത് കൊണ്ട് തന്നെ അത് നമ്മളെല്ലാം ഭരണപക്ഷത്ത് ഇരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും ഇനി ഭരണപക്ഷത്തിരിക്കുമ്പോൾ എന്താണെന്നുള്ളത് കൂടി നമ്മളതിപ്പോൾ വരുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും മുൻ ഇരുന്ന ആളുകളുടെ മുഖത്ത് നമ്മളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ എല്ലാ കൗൺസിലർമാരുടെയും സഹകരണം അതിലുണ്ട്. എല്ലാ ചെയർമാൻമാരും നല്ല രീതിയിൽ സഹകരിക്കും, നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ നമ്മൾ 11:30 ഇന്നലേക്ക് 11:30 12 മണിയായി, ചിലപ്പോൾ 12 മണിയാകും, ചിലപ്പോൾ 10:30 11 ഫുൾ ടൈം ഞങ്ങൾ വർക്കിലാണ് ഇവിടെ, അല്ലെങ്കിൽ ഫീൽഡിലൊക്കെ തന്നെ ഞങ്ങൾ വർക്കിലാണ് ഇവിടെ. കാരണം നമ്മുടെയൊക്കെ പ്രചോദനം നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഫുൾ ടൈം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ വർക്ക് ചെയ്തൊരു പ്രധാനമന്ത്രി നമുക്ക് രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുന്നതിൽ നമുക്ക്